വാങ്ങി. അടിപൊളിയല്ലേ? അടിപൊളിയായിട്ടുള്ള ഒരു ഉറക്കം കഴിഞ്ഞിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. ചെന്നൈയിൽ വന്നത് നമ്മൾ ഉറങ്ങാൻ വേണ്ടിയിട്ടല്ലല്ലോ. അപ്പൊ വേഗം റെഡി ആയിട്ട് നമുക്ക് പുറത്തു പോകാൻ നോക്കാം. ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അത്ര ലൈറ്റ് റൂമിൽ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ഇതിൽ അത്ര എക്സ്പേർട്ടും അല്ല, എന്നാലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. എന്റെ ചെന്നൈ ഫസ്റ്റ് വ്ലോഗ് കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണണം കേട്ടോ. ഞാൻ മുകളിൽ ലിങ്ക് കൊടുക്കാം, എങ്കിലും നിങ്ങൾക്കൊരു ഫ്ലോ കിട്ടുള്ളൂ. അപ്പോൾ ഇനി ഒട്ടും വൈകിക്കേണ്ട. വെൽക്കം ടു മൈ ചാനൽ. ദിസ് ഈസ് അഞ്ജന കിച്ചി ഹിയർ. ജസ്റ്റ് ഒന്ന് ഹെയർ ഇങ്ങനെ ബൺ ചെയ്ത് കൊടുത്തു കേട്ടോ, അല്ലാതെ ഒതുങ്ങി നിൽക്കുന്നില്ല. കണ്ടോ, എനിക്ക് എടുത്ത് നല്ല കാര്യമാണ്. ബേബി ഹെയർസ് കുറേ വരുന്നുണ്ട് കണ്ടോ, അത് ഭയങ്കര വൃത്തികേടായിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ ഇത് ചെയ്യാം. അജിത്തൊരു മാല വാങ്ങി തന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഗോൾഡിൽ ഇങ്ങനെ ഒരെണ്ണം എടുക്കണം എന്ന് വിചാരിച്ചിരിക്കുവാണ്. കണ്ടോ, ഇതാണ് ഐറ്റം. ഇതിങ്ങനെ ലോക്കറ്റിനോട് ചേർന്ന് വന്നിട്ടുള്ള സംഭവമാണ്. എൻ്റെ നെക്ക് പീസ്. ഹൗ ഇസ് ഇറ്റ്? കൊള്ളാല്ലേ? ഒരു ഇയറിങ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. എൻ്റെ മറ്റേ ഒരു ഇയറിങ്സ് ഉണ്ടായിരുന്നു, ഒരു ഡയമണ്ടിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഇയറിങ്സ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ എന്നോട് കാണുന്നവരൊക്കെ ചോദിക്കും, നല്ല ഇയറിങ്സ് ആണല്ലോ. അങ്ങനെ എല്ലാവരും ചോദിച്ച് ഞാൻ ശ്രദ്ധിക്കാണ്ട് അത് പോയി. അപ്പോൾ ഇപ്പം എൻ്റെ ഇത് മാത്രമേ ഉള്ളൂ. അപ്പം അതിൻ്റെ പെയറിൽ ഒന്ന് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ, ബാക്കിയൊന്നുമില്ല. അല്ല, ബാക്കിയൊന്നും പോയല്ലോ, അപ്പം ഇല്ല. അപ്പോൾ അതിനെ തന്നെ എടുക്കണം. ഞാൻ സേഫ്റ്റിക്ക് ഞാനൊരു ചെറിയൊരു ഇയറിങ്സ് മേടിച്ചു. അപ്പം ഇനി അധികം വർത്തമാനം പറയുമൊന്നും വേണ്ട, നമുക്ക് പോവാട്ടോ. റെഡി ആവാൻ നോക്കാം. ഞാനൊന്ന് പെട്ടെന്ന് ബോഡി ലോഷൻ തേക്കുന്നതാണ്. അത് വിത്ത് SPF ആണ്. ഇതിട്ട് കഴിഞ്ഞാൽ അതിൽ തന്നെ എപ്പോഴും സാറാമ്മ എന്നാണ് വിളിക്കാറ്. അത്ര പ്രശ്നമൊന്നുമില്ലല്ലോ, സിമ്പിളാണ്, ഇടാൻ ഭയങ്കര സുഖമാണ്. അതുകൊണ്ടാണ് ഇതിട്ട് നമുക്ക് ഇറങ്ങിയിട്ടുണ്ടാകും. വന്നിട്ട് ഞാൻ പോട്ടെ. അപ്പോൾ നമുക്ക് ഇറങ്ങിയിട്ട് കാണാം. കഴിഞ്ഞ വ്ളോഗിൽ ഒരു സ്കൂട്ടി റെൻറ്റിന് എടുക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? നമ്മൾ എടുത്തോട്ടോ, ഒരു ആക്റ്റീവയാണ്. അപ്പോൾ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷനൊക്കെ ഇട്ട് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ടി നഗറാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയില്ല കേട്ടോ. ഞങ്ങൾ ലഞ്ചൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും കഴിക്കണം. ശരിക്കും വെച്ചിട്ടുണ്ട്. നല്ല റെസ്റ്റോറൻറ്റ് ഏതാണെന്ന് നോക്കിയിട്ട് ഇവിടുന്ന് 27 മിനിറ്റ് ദൂരമുള്ള റെസ്റ്റോറൻറ്റ്സ് ഒക്കെ കാണിച്ചാൽ നോക്കണത്. ഞങ്ങൾ അല്ലാതെ നോക്കട്ടെ ഏതെങ്കിലും നല്ല റെസ്റ്റോറൻറ്റ്സ്. ലൊക്കേഷൻ ചെറുതായിട്ടൊന്ന് പാളിയിട്ടുണ്ടായിരുന്നു. ടി നഗറിന് പകരം നമ്മൾ എത്തിയത് പോണ്ടി ബസാറിലാണ് കേട്ടോ. ഇവിടെ ഒരു അക്കൗണ്ട് എടുത്ത് ചോദിച്ചപ്പോൾ ഒരു 1 കിലോമീറ്റർ നടന്ന ടി നഗർ എത്തും എന്നാ പറഞ്ഞത്. പക്ഷെ അവിടേക്ക് വണ്ടി പോകാൻ റിസ്ക് ആണ്. എങ്കിൽ പിന്നെ ആ റിസ്ക് ഇന്ന് എടുക്കാതെ തൽക്കാലം പോണ്ടി ബസാർ സ്ട്രീറ്റിൽ ഷോപ്പിംഗ് ചെയ്യാന്ന് വിചാരിച്ചു. കരിക്കും മോമോസും ലൈം സോഡയൊക്കെ ആയിട്ട് അത്യാവശ്യം വയറുന്നറിയാനുള്ളത് തട്ടിക്കൂട്ടി കഴിച്ചു കേട്ടോ. ലഞ്ച് കഴിക്കാനുള്ള ഒരു നല്ല റെസ്റ്റോറൻറ്റ് ഞങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല. പക്ഷെ തൽക്കാലം കുറച്ച് ആശ്വാസം കിട്ടിയിട്ടുണ്ട്. ആ എനർജിയിൽ നമുക്ക് ഷോപ്പിംഗ് തുടങ്ങിയാലോ. കഴിച്ചു കഴിഞ്ഞപ്പോൾ ചെറിയൊരു റിലാക്സേഷൻ ആയിട്ടോ, കാരണം ലഞ്ച് കഴിക്കാത്തതുകൊണ്ട് നല്ല വിശക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വണ്ടി അവിടെ വെച്ചു കേട്ടോ. ഇനി എന്തായാലും നടക്കുകയാണ്, കാരണം വേറെ എവിടെയും പാർക്ക് ചെയ്യാനൊരു സ്ഥലമില്ല. അപ്പോൾ ഈ സ്ട്രീറ്റ് ഒന്ന് നടന്ന് കാണാമെന്ന് വിചാരിച്ചു. പിന്നെ എന്തെങ്കിലും വാങ്ങണം എന്നുണ്ട് വീട്ടിലേക്ക്. ഇഷ്ടപ്പെട്ടത് കണ്ടാൽ മാത്രം, പേരിന് വാങ്ങിയിട്ട് കാര്യമില്ലല്ലോ. ഇഷ്ടപ്പെട്ടത് കണ്ടാൽ മാത്രം എന്തെങ്കിലും വാങ്ങണം. നടക്കാം. കുറേ ആൻറ്റിമാർ കൂടിയിട്ട് തിരക്ക് പിടിച്ച് തപ്പുന്നത് കണ്ടിട്ടാണ് കേട്ടോ ഞാനിവിടെ വന്നത്. നോക്കിയപ്പോൾ നല്ല കളക്ഷൻസും ഉണ്ട്, നല്ല ക്വാളിറ്റിയും ഉണ്ട്. ചുമ്മാ ഒന്ന് നോക്കിക്കോന്ന് അജിത്ത് പറഞ്ഞപ്പോൾ ഞാനത് കുറച്ച് സീരിയസ് ആക്കി എടുത്തു. വാങ്ങി. സ്ട്രീറ്റിൽ നിന്ന് വാങ്ങുന്നത് അടിപൊളിയാട്ടോ, നല്ല കളക്ഷൻസ് ഉണ്ട്. ഇവിടെ നിന്ന് കുറച്ച് ഐറ്റംസ്. ഞങ്ങളൊരു ദൈപൂരി കഴിച്ചു, പക്ഷേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട്
ഇനി നമ്മൾ വണ്ടി എടുത്തിട്ട് നേരെ മറീന ബീച്ചിൻ്റെ അവിടേക്ക് പോവാണ് കേട്ടോ. ഇനി ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, ഓൾമോസ്റ്റ് ഇവിടെയൊക്കെ നടന്നു കണ്ടു. അപ്പോൾ നമുക്കിനി മറീന ബീച്ചിൻ്റെ അവിടേക്ക് പോവാം. ഇതാണ് നമ്മളെടുത്ത ആക്റ്റീവ, ഈ ബ്ലൂ കളർ. കൂടെ 2 പേർക്കുള്ള ഹെൽമെറ്റും അവർ തന്നെ തന്നിട്ടുണ്ടായിരുന്നു. വണ്ടി അത്യാവശ്യം കണ്ടീഷനാണ് കേട്ടോ. പക്ഷെ ഇങ്ങനെയുള്ള സ്ട്രീറ്റുകളിൽ പാർക്കിംഗ് വൻ സീനാണ് കേട്ടോ. ഞങ്ങൾക്ക് ഒരുപാട് കഷ്ടപ്പെട്ട ഇവിടെ കിട്ടിയത്. ഹെൽമെറ്റ് ഒക്കെ വെച്ചു കേട്ടോ. അപ്പോൾ മറീനെ പോവാം. പോവാനുള്ള എല്ലാ ലൊക്കേഷൻസും ഞാൻ സെറ്റ് ചെയ്തത് യൂട്യൂബിൻ്റെയും ChatGPTയുടെയും ഹെൽപ്പോട് കൂടിയിട്ടാട്ടോ. പിന്നെ ഗൂഗിൾ മാപ്പും. നമ്മൾ ഇവിടെയാണ് കേട്ടോ വണ്ടി വർക്ക് ചെയ്തത്. സ്ഥലം കിട്ടാണ്ട് കുറേ നടന്നു. അവസാനം ഈ ഒരു ഗ്യാപ്പിലാണ് ബൈക്ക് വെച്ചിരിക്കുന്നത്. ഇവിടെ ഭയങ്കര തിരക്കാണ്, വിചാരിച്ചതിനേക്കാളൊക്കെ അപ്പുറം. നമ്മൾ വിചാരിച്ച പോലത്തെ ഒരു വിജയമല്ല. ഞാൻ ഫിലിമിൽ മൂവിയിൽ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് ഞാൻ അത്ര പ്രതീക്ഷിച്ചില്ല. അടിപൊളിയാണ്. ബൈക്ക് വെച്ചത് എവിടെയാണെന്ന് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഫോട്ടോ എടുത്ത് വെക്കുക. അല്ലെങ്കിൽ നമുക്കറിയില്ലല്ലോ ഈ സ്ഥലം, ചിലപ്പോൾ മറന്നാലോ. ഒന്നും കഴിച്ചിട്ടില്ല ഞങ്ങൾ കാര്യമായിട്ടാ, ഹെവി ആയിട്ട് ലൈറ്റായിട്ട് കഴിച്ചു. എന്തെങ്കിലുമൊക്കെ കഴിക്കണം. നമുക്ക് കുറച്ച് നല്ല ഫുഡ് സ്പോട്ട് കണ്ടുപിടിക്കാം, എന്നിട്ട് ബാക്കിയാവാം. ഇത്രയ്ക്കും റഷുള്ള ഒരു ബീച്ച് കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ നടന്നു. നല്ല ഫുഡ് സ്പോട്ടുകൾ നോക്കി വയ്ക്കായിരുന്നു ഉദ്ദേശം. പക്ഷെ എവിടെ പോയി കഴിഞ്ഞാലും അജിത്തിന് ഈ കോളിഫ്ലവർ വിട്ടൊരു പരിപാടിയില്ല. എനിക്കാണെങ്കിൽ ഇത് അത്ര താല്പര്യമില്ല. പിന്നെ കുറേ സീറ്റ് ഒഴിവുള്ള കാരണം അവിടെ ഇരുന്ന് ഞാനൊന്ന് ടേസ്റ്റൊക്കെ നോക്കി കേട്ടോ. ഞങ്ങൾ ഇപ്പോഴാണ് ബീച്ചിൻ്റെ ഏരിയയിലൂടെ എത്തിയത് കേട്ടോ. അതായത് ബീച്ച് എടുക്കുന്നത് ഇവിടെയാണ്, പക്ഷേ ആ ഷോപ്പുകളൊക്കെ ഉള്ളത് അത്രയും അറ്റത്താണ്. അതായത് ആ റോഡിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം നടക്കാനുണ്ട് ഇങ്ങോട്ട്. എന്നിട്ടാണ് ഈ ബീച്ച് സ്റ്റാർട്ട് ചെയ്യണത് തന്നെ. പക്ഷെ ഇവിടെ ഒരു തിരക്കില്ല. അതായത് ബേസിക്കലി ഇവിടെ ആൾക്കാർ വരുന്നത് ആ ഫുഡ് സ്പോട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമാണ്. അതിൽ കഴിച്ച് ഒരു 80% ആൾക്കാരും തിരിച്ചു പോവുക. ഇവിടെ ഒരു 20% ആൾക്കാരെ ഇവിടെ ഈ ബീച്ചിലുള്ളൂ. ബാക്കി 80% ആൾക്കാരും ബാക്കിൽ കാണുന്ന ഫുഡ് സ്പോട്ടുകളിലാണ്. അതാണ് ഇവിടെ ഇത്തിരി സമാധാനമുണ്ട്. എന്തായാലും സമാധാനം കുറച്ച് നേരം ബീച്ചൊക്കെ കാണട്ടെ. ഞങ്ങൾ മറ്റേ കോളിഫ്ലവറിൻ്റെ ഫ്രൈ മാത്രമേ കഴിച്ചുള്ളൂ കേട്ടോ. വേറെ ഒന്നും കഴിച്ചിട്ടില്ല. പിന്നെ ഒരു ബോട്ടിൽ മേടിച്ചിട്ടുണ്ട്. ചൂടുണ്ടോ എന്ന് ചോദിച്ചാൽ ചൂട് കുറവാണ്, ഹ്യൂമിഡിറ്റി ഫീല് തോന്നുന്നുണ്ട്. ബീച്ചിലുള്ള എല്ലാ ഷോപ്പുകളും റിപ്പീറ്റഡ് ആയിരുന്നു കേട്ടോ. ഡിഫറെന്റ് ആയിട്ട് അജിത്ത് കണ്ടുപിടിച്ചത് ഈ ഒരു ഷോപ്പായിരുന്നു. എല്ലാ ടൈപ്പ് ഫിഷും ഇവിടെ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗ്രില്ലല്ല കേട്ടോ, ഫ്രൈ. ഒരു ട്രിപ്പിനൊക്കെ പോകുമ്പോൾ നമ്മുടെ വയറ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. അതുകൊണ്ട് തന്നെ ഫിഷ് ഫ്രൈ ചെയ്യണ കണ്ടപ്പോൾ അത് വേണ്ടാന്ന് തോന്നി. അതിന് പകരം ഇവിടെ നിന്ന് ഫ്രൈഡ് റൈസ് കഴിച്ചു കേട്ടോ. ടേസ്റ്റ് വളരെ ഏവറേജ് ആയിരുന്നു, അത്രയ്ക്ക് ഹെവി ഒന്നും ഉണ്ടായിരുന്നു. കുറെ നേരം ബീച്ചൊക്കെ കണ്ട് അവിടെ കറങ്ങി തിരിഞ്ഞിട്ട് ഞങ്ങൾ ഇതേ വണ്ടി എടുത്ത് അവിടെ നിന്ന് വിട്ടു. ആദ്യം നേരെ റൂമിലോട്ട് പോവാന്നാ വിചാരിച്ചത്. അപ്പൊ ഞാനാണ് അണ്ണാനഗറിൽ അടിപൊളി ഫുഡ് സ്ട്രീറ്റ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. നമുക്ക് പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ, നമ്മൾ തീരുമാനിക്കുന്നു, നമ്മൾ പോകുന്നു. അണ്ണാനഗറിൽ കാല് കുത്തിയിട്ട് ഒരു ജ്യൂസ് കുടിച്ച് തുടങ്ങാം എന്ന് വിചാരിച്ചു. ഈ സ്ഥലം യൂട്യൂബിൽ കണ്ടിട്ടാണ് കേട്ടോ നമ്മൾ ഇവിടെ വരെ വന്നത്. പുലർച്ചെ വരെ ഈ ഫുഡ് സ്പോട്ടുകളൊക്കെ ഓണാണ് കേട്ടോ. പുറത്തൊക്കെ ഭയങ്കര സൈലന്റ് ആയിരുന്നു, പക്ഷെ ഇതിന്റെ അകത്ത് ഭയങ്കര റഷ് ആയിരുന്നു. എല്ലാം കണ്ടെങ്കിലും ഇനി വെറൈറ്റി എന്തെങ്കിലുമൊക്കെ ഉണ്ടോന്ന് നോക്കിയിട്ട് ഞങ്ങൾ ഫുഡ് മാത്രമല്ല കേട്ടോ, ഇതുപോലെയുള്ള കുഞ്ഞി ക്യൂട്ട് ഐറ്റംസ് ആയിട്ടുള്ള ഷോപ്പുകൾ അവിടെ ഉണ്ട്. ഇതിന്റെ ഭംഗി നോക്കി നിൽക്കുമ്പോഴാണ് ഞാനൊരു ചില്ലുകൂട്ടിൽ ഒരു ഐറ്റം കണ്ടത്. ഇനി എന്നെ ഇവിടെ നിന്ന് പിടിച്ചു മാറ്റാൻ ആർക്കും പറ്റില്ല. കാരണം ഞാൻ ക്രീം ബണ്ണിന്റെ ഭയങ്കര ഫാനാണ് കേട്ടോ. എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ്. പക്ഷെ വയറൊക്കെ ഓൾമോസ്റ്റ് ഫുള്ളായി എൻ്റെ ഒരു എക്സ്പ്രഷനാണ് കേട്ടോ എൻ്റെ ഫേസിൽ ഇപ്പോൾ കണ്ടത്. അത് കഴിക്കാൻ പറ്റാത്തതിന് നല്ല വിഷമം ഉണ്ടായിരുന്നു. എന്നാലും ബാക്കിയുള്ള കടകളിലൊക്കെ വായി നോക്കി ഇങ്ങനെ നടന്നു. അവിടെ എന്താ സ്കൂട്ടി എടുത്ത് പോവാന്ന് പറഞ്ഞാൽ നമ്മളാണ് കേട്ടോ. ഇവിടെ ഒരു തിരക്ക് കണ്ടപ്പോൾ ഇവിടെയും കൂടി നോക്കാമെന്ന് വിചാരിച്ചു. ആളുകൾ ഡസൻ കണക്കിന് ബിരിയാണിയാണ് കേട്ടോ ഇവിടെ നിന്ന് വാങ്ങി കൊണ്ടുപോകുന്നത്. അവിടെ ചെന്ന് നോക്കിയപ്പോഴല്ലേ ഒരു ചേട്ടൻ ഇങ്ങനെ ചെമ്പെന്ന് വാരി നിറയ്ക്കുന്നു. മറീനന്ന് ഫുഡ് കഴിച്ചതിന് ഒരു പശ്ചാത്താപം തോന്നിപ്പോയിട്ടോ. പിന്നെ കുഴപ്പമില്ല, നാളെ എങ്ങാനും ഇവിടെ വരാലോ എന്നുള്ളൊരു സമാധാനത്തിൽ നമ്മളവിടുന്ന് വണ്ടി വിട്ടു കേട്ടോ. സ്കൂട്ടി ഇല്ലെങ്കിലും തന്നെ നമുക്കിത് മെട്രോ വഴി വരാം കേട്ടോ. ഇവിടെ അണ്ണാനഗറിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്താണ് ഈ ഫുഡ് സ്ട്രീറ്റ്. റോഡിലാണെന്നുണ്ടെങ്കിൽ ഒടുക്കത്തെ ട്രാഫിക് കേട്ടോ. പിന്നെ സൈഡിലോട്ട് നോക്കിയപ്പോൾ ഒരു അബൂബായുടെ ബിരിയാണി കടയിൽ അതിനേക്കാ തിരക്ക്. പാതിരാത്രി സമയമാണ് കേട്ടോ, 12 മണി 1 മണിയൊക്കെ ആയിട്ടുണ്ട്. എന്നിട്ടാണ് ആൾക്കാർ ഇങ്ങനെ അടിച്ചു പൊളിച്ച് ഫുഡും കഴിച്ച് നടക്കുന്നത്. എന്തായാലും നമ്മൾ കുറച്ച് ടയർഡായ കാരണം ഇനി റൂമിൽ പോവാട്ടോ. അങ്ങനെ നമ്മൾ റൂം എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേ എല്ലാം കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഇരിക്കുകയാണ്.
നല്ല സുഖമുണ്ട്. കാരണം ഒരു ഈവനിങ് ടൈമിൽ ഇറങ്ങിയിട്ട് ഒറ്റ സ്ട്രെച്ചായിരുന്നു, ഫുൾ കറക്കം. ഞങ്ങൾ എവിടെയൊക്കെയാണ് പോയെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. ടി നഗർ പോയി, പോണ്ടി ബസാർ പോയി, പിന്നെ മറീന ബീച്ച് പോയി, പിന്നെ ഇപ്പോൾ ലാസ്റ്റ് അണ്ണാനഗറും പോയിട്ടാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കണത്. 2 വീലർ ഉണ്ടായത് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടോ. അപ്പോൾ ഞാനത് എടുത്ത ഷോപ്പും കാര്യങ്ങളൊക്കെ പറയാം. കാരണം അതെങ്ങനെയുണ്ട് വണ്ടിയുടെ കണ്ടീഷനൊക്കെ നോക്കിയിട്ട് ഒരു റിവ്യൂ പറയാമെന്ന് വെച്ചിട്ടായിരുന്നു. പക്ഷേ അങ്ങനെ 2 വീലർ റെൻറ്റിന് എടുക്കുന്ന ആൾക്കാർക്ക് ഹെൽപ്ഫുള്ളാവുമായിരിക്കും. അപ്പം ഞാൻ ആ ഷോപ്പൊക്കെ പറഞ്ഞുതരാം. ഒരുപാട് പേര് അവിടെ നിന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 വീലർ എടുത്തത് ഭയങ്കര ഹെൽപ്ഫുള്ളായി ഞങ്ങൾക്ക്, അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അണ്ണാനഗർ ഒരു ഏരിയയിൽ, മറീന ബീച്ച് ഒരു ഏരിയയിൽ. അപ്പം എല്ലായിടത്തേക്കും നമ്മൾ ഈ യൂബർ, ബസ്, ഓട്ടോ ഇതൊന്നും അത്ര പോസിബിൾ അല്ല. പ്രത്യേകിച്ച് ഈ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ അൺസൈക്കബിൾ ചൂടാണ് കേട്ടോ. എനിക്ക് ഓൾറെഡി ഭയങ്കര സ്വെറ്റിങ് ഇഷ്യൂ ഉള്ള ആളാണ്. കാരണം ഓൾറെഡി എല്ലാവരും പറയും എൻ്റെ അടുത്ത് സ്വെറ്റിങ് ഇഷ്യൂ മറ്റുള്ളവരെക്കാളും ഭയങ്കരമായിട്ട് എനിക്ക് കൂടുതലാണ്. ജസ്റ്റ് ചെറുതായിട്ട് ചൂട് തട്ടിയാൽ പോലും ഞാൻ ഭയങ്കരമായിട്ട് സ്വെറ്റാവും. അപ്പോൾ ഈ ഒരു ക്ലൈമറ്റിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ 2 വീലർ ഉള്ളത് ഭയങ്കര ഹെൽപ്ഫുള്ളായി. ഞങ്ങൾ ആദ്യം 4 വീലർ എടുത്താലോ എന്നൊക്കെ ആലോചിച്ചു. പക്ഷെ പിന്നെ ആലോചിച്ചപ്പോൾ 4 വീലർ ഒന്നാമത് ഭയങ്കര ഓവർ പ്രൈസ്ഡ് ആണ്. പിന്നെ ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. ഈ ക്ലൈമറ്റ് കാരണം കൊണ്ട് അങ്ങനെ ആലോചിച്ചതെങ്കിലും പിന്നെ ഈ ഒരു ഓവർ പ്രൈസ്ഡ് ആയതുകൊണ്ട് ഞങ്ങൾ പിന്നെ വേണ്ട എന്ന് വിചാരിച്ചു. കാരണം ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പായിട്ടാണല്ലോ നമ്മളിത് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് കാരണം കൊണ്ട് പിന്നെ ഞങ്ങൾ ഒഴിവാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാം കഴിഞ്ഞ് വന്നു. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. കുറേ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. കണ്ടില്ലേ എല്ലാം നിങ്ങൾ. ഫസ്റ്റ് ടൈമാണ് ചെന്നൈയെങ്കിലും നൈസാണ് അല്ലേ അജിത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു ചെന്നൈ? കൊള്ളാം. 1 ഡേ കൊണ്ട് ചെന്നൈ മടുത്തോ? അപ്പൊ നാളെ ഞങ്ങളിനി മറ്റന്നാളെ പോവുള്ളൂ കേട്ടോ. അപ്പൊ നാളേക്കൊക്കെ കുറെ പ്ലാൻ ഇട്ടിട്ടുണ്ട്. കുറെ ഷോപ്പിലൊക്കെ കയറിയപ്പോൾ കുറെ ചേട്ടന്മാരും മലയാളീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ ചോദിച്ചിട്ട് ഞങ്ങൾ നല്ല റെസ്റ്റോറൻറ്റ്സ് ഒക്കെ കണ്ട് വെച്ചിട്ടുണ്ട്. ഇനി കറക്റ്റ് ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് വേണം നാളെ ഇറങ്ങാൻ. അപ്പോൾ എന്തായാലും ഇനി നാളേക്കാണ് ഞങ്ങൾ ഉറങ്ങാൻ പോവാ. നല്ല ടയേർഡാണ്. കുറച്ച് നാളത്തേക്കുള്ള ലൊക്കേഷൻ ഹണ്ടൊക്കെ കഴിഞ്ഞിട്ട് കിടന്നുറങ്ങും. എന്തായാലും അപ്പോൾ നാളെ മോർണിംഗ് കാണാം. ഓക്കെ, അപ്പോൾ ഗുഡ് നൈറ്റ്. നിങ്ങൾ പോയി കിടന്നുറങ്ങും.